ടോബി, ഡോക്ടർ സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായി പറയുന്നു. സ്ഥാനാർത്ഥിത്വം കാലം തെളിയിക്കട്ടെ എന്ന് പറയുന്നു. ഒപ്പം തന്നെ അവസരം നോക്കി വരുന്നവർക്ക് സ്ഥാനങ്ങൾ നൽകുന്നത് അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നു. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടോ? ഒപ്പം തൃശ്ശൂർ പൂരം വിവാദത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തൃശ്ശൂർ പൂരം കലക്കൽ എന്നുള്ളത് സംഘപരിവാറിൻ്റെ ഒരു പ്രചാരണമായിരുന്നു. വലിയ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എടുത്ത ഒരു മുൻകരുതലാണ്, സുരക്ഷാ മുൻകരുതലാണ്. അതുകൊണ്ട് എത്ര പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി എന്നുള്ളത് ആരും പറയുന്നില്ല. ആ രീതിയിലും അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സ്മിത, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ 168 പേജുള്ള ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഈ താൻ എഴുതുന്നത് പുറത്തു വരുമോ ഇല്ലയോ എന്നൊന്നും തനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, കൃത്യമായി പേജിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സരിനെക്കുറിച്ച് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, വരികൾ ഇങ്ങനെയാണ്: അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചും ചർച്ച ചെയ്യണം. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷയിലായിരുന്നു സരിൻ. അത് നടക്കാതായപ്പോൾ ഇരുട്ടി വെളുക്കും മുമ്പേ മറുകണ്ഠം ചാടി. ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണം, അത് വേണമെന്നാണ് EMS അടക്കം പറഞ്ഞിട്ടുള്ളത്. പല ഘട്ടത്തിലും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഉദുമയിലെ മുൻപ് നടന്ന രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ വയ്യാവേലിയായ സന്ദർഭങ്ങളുമുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അത് പറയാനുള്ള കാരണം PV അൻവർ അതിനൊരു പ്രതീകമാണെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്നവരെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണം. സമാനമായി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നുള്ള നിർണായക വാക്കുകളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുന്നത്. ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥി LDFനായിരിക്കും ഭീഷണിയാകുക എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. പ്രഥമ ദൃഷ്ട്യാ അത് UDFനെതിരാണെന്നൊക്കെ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കാൻ പോകുന്നത് LDFനാണ്. വോട്ട് ചോർച്ചയുണ്ടാകുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പാലക്കാട് അൻവറിൻ്റെ പിന്തുണ UDFനാണെന്ന് മറക്കരുത്. അൻവർ നടത്തുന്ന പ്രചാരണങ്ങൾ LDFനെ ബാധിച്ചിട്ടുണ്ട്. സർക്കാരിനെയും പാർട്ടിക്കുമെതിരെ അവമതിപ്പുണ്ടാക്കാൻ മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അൻവറിന് പിന്നിൽ മറ്റേതോ ശക്തികളുണ്ട് എന്നുള്ള ഒരു വിവാദ പരാമർശം കൂടി ഈ അൻവറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കൊത്തിക്കീറിയ മാധ്യമങ്ങളെ അൻവർ ഭക്തരാക്കി മാറ്റി എന്നുള്ളൊരു വിമർശനം കൂടി EP പറയുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഏറെ നിർണായകമായേക്കാവുന്ന വാക്കുകൾ തന്നെയാണ് EP-യുടെ ഈ പുസ്തകത്തിലൂടെ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ വിധി ദിനത്തിൽ EP ജയരാജന്റെ ഒരു ബോംബ് വീണ്ടും വരികയാണ്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ CPM നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉൾപ്പെടുന്നതാണ് EP ജയരാജന്റെ പുസ്തകം. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണം എന്ന് EP ജയരാജൻ ആത്മകഥയിലൂടെ തുറന്നു പറയുന്നു. കട്ടൻചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന പുസ്തകത്തിൻ്റെ വിശദാംശങ്ങൾ 24-ലൂടെ പുറം ലോകത്തേക്ക് എത്തുകയാണ്. 24 ബിഗ് ബ്രേക്കിംഗ്. തൻ്റെ ഭാഗം കേൾക്കാതെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ അറിയിച്ച ശേഷമാണ് സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ EP ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തനേഷ് തമ്പി കൂടി നമുക്കൊപ്പം വിശകലനവുമായി ചേരുകയാണ്. തനേഷ് തമ്പി, ഇത് അതീവ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് വിധി ദിനമാണ്. അതിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യം നമുക്കറിയാം. പാലക്കാട്ടെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. ഏതാണ്ട് ദിവസങ്ങളായി അരയും തലയും മുറുക്കി ഇടത് കേന്ദ്രങ്ങൾ പ്രചാരണത്തിൻ്റെ ഏറ്റവും പീക്കിലേക്ക് വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ചു എന്ന ആത്മവിശ്വാസത്തോടുകൂടി ബൂത്തിലേക്ക് എത്തുന്ന ദിവസം രാവിലെ EP ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ബോംബ് കൂടി വരുന്ന പശ്ചാത്തലം, അത് CPIM എത്രത്തോളം ഗൗരവത്തോടു കൂടി ഇനി കാണും? പ്രവർത്തകർക്ക് മുമ്പിൽ പോലും വിശദീകരിക്കാൻ കഴിയാത്ത നിലയിൽ പ്രതിരോധത്തിലായി പോവില്ലേ EP? തനേഷ്. റീജിത്ത്, EP ജയരാജൻ കഴിഞ്ഞ കുറച്ചു കാലമായി CPIM നേതൃത്വത്തോട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പകൽ രാവിലെ വോട്ടിൽ രേഖപ്പെടുത്താൻ ആളുകൾ എത്തിത്തുടങ്ങിയ സമയത്താണ് EP ജയരാജൻ ഒരു ബോംബ് പൊട്ടിച്ചത്. പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന പിന്നീട് വലിയ തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ആക്കം കൂട്ടാൻ അതുകൂടി കാരണമായി എന്ന് CPIM കണ്ടിട്ടുള്ളതാണ്. വലിയ വിമർശനങ്ങൾ EP ജയരാജനെതിരെ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതേ മട്ടിൽ ഇതാ ഇപ്പോൾ പുതിയ ഒരു ബോംബ് കൂടി
ഇ.പി. ജയരാജൻ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ ആത്മകഥ എന്ന രീതിയിൽ കട്ടൻ ചായയും പരിപ്പ് വടയും അത് ആ ഒരു വാചകത്തിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ പാർട്ടിക്കിടയിൽ ഒരു ഘട്ടത്തിൽ കുപ്രസിദ്ധമായ വാചകമായിരുന്നു കട്ടൻ ചായയും പരിപ്പ് വടയും കഴിച്ച് നടന്നാൽ പോരാ, കമ്മ്യൂണിസ്റ്റുകൾ മാറേണ്ടതുണ്ട് എന്നുള്ളത്. അത് ഒരു CPIM-ന്റെ ഒരു മുഖം മാറുന്നതിൻ്റെ നയംമാറ്റത്തിൻ്റെയൊക്കെ സൂചനയായി ആ ഘട്ടത്തിൽ തന്നെ വിലയിരുത്തപ്പെട്ടതാണ്. അതിനുശേഷം മുതലാളിമാരുമായിട്ടുള്ള ചെങ്ങാത്തം ഇ.പി. ജയരാജനെതിരെ എല്ലാ കാലത്തും ആരോപിക്കപ്പെട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറയുന്നു. സ്വാഭാവികമാണ് മറുപടി പറയുന്നത്. പക്ഷേ പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം അടക്കം പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകം, അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് ഈ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുമ്പോൾ പുറത്തു വരുന്നതിന് പിന്നിൽ അത്ര നിഷ്കളങ്കമാണോ കാര്യങ്ങൾ എന്ന ചോദ്യം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം എന്തിന് ഈ സമയം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് പ്രധാനം. അതിൽ എന്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന പി സരിനും അതുപോലെ തന്നെ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചു, അതിൽ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ ഇത് പിന്നീട് ഒരിക്കൽ പുറത്തു വരുന്നത് പോലെ നിശ്ചയിക്കുകയോ ചെയ്യാമായിരുന്നില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും CPIM അനുഭാവികളിലും അണികളിലും ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് CPIM-നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ നേതൃത്വത്തിന് മുന്നിൽ മറുപടി പറയാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇ.പി. ജയരാജൻ എന്നുള്ളത് CPIM-നുണ്ടാക്കുന്ന തലവേദന ചെറുതായിരിക്കില്ല. ഇക്കാര്യത്തിൽ CPIM സംസ്ഥാന നേതൃത്വം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ അദ്ദേഹത്തിനോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. സാന്റിയാഗോ മാർട്ടിനുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ചാക്ക് രാധാകൃഷ്ണൻ എന്ന പഴയ വ്യവസായി കെ രാധാകൃഷ്ണനുമായിട്ടുള്ള ബന്ധം, ചാക്ക് രാധാകൃഷ്ണൻ എന്ന വ്യവസായിയുമായിട്ടുള്ള ബന്ധം, അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തൻ്റെ ഭാഗം വിശദീകരിക്കുന്നു. അതൊക്കെ ദശാമാന്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളതൊക്കെ മാർക്കറ്റിംഗ് ടീം നടത്തിയിട്ടുള്ളത് എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. VS അച്യുതാനന്ദൻ അതിനെ ഫലപ്രദമായി അന്നത്തെ വിഭാഗീയതയുടെ പേരിൽ ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം അദ്ദേഹം കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ വഴികളിൽ അത്തരത്തിലുള്ള പല പ്രതിസന്ധികളും ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു എന്നുള്ളത് വസ്തുതയുമാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഏറ്റവും സമകാലികമായ തൃശ്ശൂർ പൂരം മുതൽ പി സരിൻ വരെ അല്ലെങ്കിൽ PV അൻവർ വരെയുള്ള വിഷയങ്ങൾ എന്തിന് അദ്ദേഹം തെരഞ്ഞെടുത്തു, അത് ഈ ദിവസം എന്തുകൊണ്ട് പുറത്തു വന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് CPIM-ന് മുന്നിൽ. അത് വിശദീകരിക്കാൻ CPIM നേതൃത്വം പാടുപെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ഇനി പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ ഇപ്പോൾ നീണ്ട നിര ഓരോ മണ്ഡലങ്ങളിലും ബൂത്തുകളിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും, മറികടക്കും എന്നുള്ള ചോദ്യമാണ് ഇനി ഉയരാൻ പോകുന്നത്. റീജിത്ത്.